ഹായ് ഫ്രണ്ട്സ്, ഓഫീസ് ഡേയിലെ കുറച്ച് പെറുക്കിയെടുത്ത കുറച്ച് കാഴ്ചകൾ കണ്ടാലോ. ലിഫ്റ്റ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ പ്രിഫർ ചെയ്യുന്ന സ്റ്റെപ്സ് ആട്ടോ. ആരോഗ്യം നോക്കണമല്ലോ. അപ്പോൾ അതെ, ഓഫീസിൽ നിന്ന് അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ. കുറേ മീറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉച്ച വരെ അങ്ങനെ ആ വഴിക്ക് അങ്ങ് പോയി. ഉച്ചയായപ്പോൾ നല്ല വിശപ്പ്. അപ്പോൾ പോയി ഊണ് കഴിച്ചേക്കാന്ന് വിചാരിച്ചു. നല്ല ചീരത്തോരനും മത്തങ്ങ എരിശ്ശേരിയും തേങ്ങാ ചമ്മന്തിയും നല്ല മോരൊക്കെ ഉണ്ടായിരുന്നു. അത് കൂട്ടി ഒരു പിടിയും പിടിച്ചു. ഊണ് കഴിഞ്ഞാൽ കൂടി കുറച്ച് നേരം നടക്കുന്നത് നല്ലതാണ്. ആരോഗ്യം നോക്കണ്ടേ. പിന്നെ അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ ഒരു ചായ, നല്ല മുട്ട പപ്സും ഒരു ചായ, അത് മസ്റ്റാണ്. അത് കഴിഞ്ഞ് വീണ്ടും വർക്ക്. ജോലി തുടങ്ങിയാൽ ജോലിക്ക് പോയാൽ ജോലി എടുക്കണം, അല്ല വേറെ കാര്യങ്ങൾക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് നല്ല തിരക്കായിരുന്നു. വർക്കും കാര്യം കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആലോചിച്ച് വീട്ടിൽ ഒരു സാധനമില്ല ഫുഡ് ഉണ്ടാക്കാൻ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങണമല്ലോ, പട്ടിണി കിടക്കാൻ പാടില്ലല്ലോ. അപ്പം ഞങ്ങളുടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ചെറുതാണ്. അതിൻ്റെ നെയിമാട്ടോ വെറൈറ്റി ഹുദാഹുദു. അതൊരു വെറൈറ്റി നെയിമല്ലേ. അപ്പോൾ പോയി കുറേ പച്ചക്കറിയും സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത്. എപ്പോഴും ഹോട്ടലിൽ കഴിക്കുന്ന അത്ര നല്ല കാര്യങ്ങളൊന്നുമില്ലല്ലോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പച്ചക്കറിയും കുറേ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങി. അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ ഉള്ളൊരു സൂപ്പർ മാർക്കറ്റ് കേട്ടോ. എനിക്ക് ഒരുപാട് ദൂരം പോകാതെ അടുത്ത് തന്നെ സാധനം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല കാര്യമാണല്ലോ. നിങ്ങൾക്ക് അങ്ങനെയൊക്കെ അല്ലേ. ഓഫീസിൽ നിന്ന് സാധനം മേടിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ ആലോചിച്ചു, പണ്ട് അച്ഛൻ ജോലിക്കൊക്കെ പോയിട്ട് തിരിച്ച് സാധനങ്ങൾ മേടിച്ച് വീട്ടിലേക്ക് വരുന്ന കാര്യമൊക്കെ ആലോചിച്ചു. അപ്പം കാലം മാറുമ്പം ഓരോരുത്തരും ഇങ്ങനെ മാറി മാറി വരുമല്ലോ. നിങ്ങളുടെ വീട്ടിലെങ്ങനെയാണ്? ഇതുപോലൊക്കെ തന്നെയാണോ? ജോലിക്ക് പോയിട്ട് വന്നാണ് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ വിലയായ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ. അപ്പം എല്ലാവർക്കും ഹാപ്പി ആയിട്ടിരിക്കുക. നാളെ കാണാം. വീടെത്തി, പിന്നെയും കുറച്ച് പണിയുണ്ട്. ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കട്ടെ. അപ്പോൾ ബൈ.